ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാൻ വഴി കേരളത്തിൽ MDA എത്തിക്കുന്നതിൽ ഒമാൻ പൗരന്മാർക്കും ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. പിടിയിലായ ആഷിഖ് നാട്ടിലെത്തിയ ശേഷമാണ് ആഷിഖിന്റെ വിലാസത്തിലുള്ള കാർഗോ വീട്ടിലെത്തിയത്. ഇതിനോടകം ആഷിഖ് പിടിയിലാവുകയും ചെയ്തു. ആഷിഖ് ഒമാനിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് കാർഗോ അയക്കാൻ ഏർപ്പാട് ചെയ്തതാകും എന്നാണ് പ്രാഥമിക നിഗമനം. അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടാകാം എന്നും പോലീസ് കരുതുന്നു. ആഷിഖ് മുമ്പ് എത്ര തവണ ലഹരി എത്തിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. മട്ടാഞ്ചേരി പോലീസ് ജനുവരിയിൽ നടത്തിയ ലഹരി പരിശോധനയിൽ ഹോട്ടലിൽ നിന്നും ലഹരി വസ്തുക്കൾക്കൊപ്പം ഒമാൻ കറൻസിയും കണ്ടെടുത്തിരുന്നു. ഇതെല്ലാം ഉൾപ്പെടുത്തി വിശദമായി അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. എയർ കാർഗോയും ഡോർ ടു ഡോർ സർവീസും ഉപയോഗപ്പെടുത്തി ലക്ഷങ്ങളുടെ ലഹരിക്കടത്ത് പിടികൂടുന്നത് സംസ്ഥാനത്ത് തന്നെ അത്യപൂർവമാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ MDMA പിടികൂടിയ കേസാണിത്. 2 വർഷം മുമ്പ് വേങ്ങര സ്റ്റേഷൻ പരിധിയിൽ നിന്നും 800ഓളം ഗ്രാം MDMA പിടികൂടിയതാണ് മുമ്പ് കൂടുതൽ പിടികൂടിയ കേസ്. മട്ടാഞ്ചേരി പോലീസ് പിടികൂടിയ ലഹരി കേസുകളുടെ ഉറവിടം സംബന്ധിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ആഷിഖിനെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. ഒമാനിൽ 5 വർഷമായി സൂപ്പർമാർക്കറ്റ് ലീസിനെടുത്ത് നടത്തുകയായിരുന്ന ആഷിഖ് ഒമാനിൽ നിന്നും കുറഞ്ഞ വിലയിൽ MDMA വാങ്ങി വിവിധ വിമാനത്താവളങ്ങൾ വഴി ഭക്ഷണ വസ്തുക്കളുടെയും മറ്റും കൂട്ടത്തിൽ ഒളിപ്പിച്ച് കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. നാട്ടിലെത്തിയതറിഞ്ഞ് കഴിഞ്ഞ 6-ന് മട്ടാഞ്ചേരി പോലീസ് ആഷിഖിനെ കൊണ്ടോട്ടിയിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഒമാനിൽ നിന്നും കാർഗോ ആയി ലഹരി എത്തിയിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇന്നലെ പുലർച്ചെ 5:30യോടെയാണ് ഡൻസാഫ് സംഘവും കരിപ്പൂർ പോലീസും കൊണ്ടോട്ടി മുക്കൂടുള്ള ആഷിഖിന്റെ വീട്ടിലെത്തുന്നത്. UAE സർക്കാർ വിദൂര വിദ്യാഭ്യാസ ബിരുദങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിന് പുതിയ കർശന നിബന്ധനകൾ പുറത്തിറക്കി. ഇതനുസരിച്ച് അംഗീകാരം ലഭിക്കാൻ ഇനി പറയുന്ന 5 പ്രധാന വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട്. അംഗീകൃത സർവകലാശാലയുടെ പഠന പ്രോഗ്രാം പിന്തുടരണം. മന്ത്രാലയത്തിന്റെ അംഗീകാരത്തിനുള്ള നിബന്ധനകൾ പാലിച്ചിരിക്കണം. ക്രെഡിറ്റ് കൈമാറുന്ന സർവകലാശാല മാതൃരാജ്യത്ത് ലൈസൻസ് ഉള്ളതും അംഗീകാരമുള്ളതുമാണെന്ന് ഉറപ്പാക്കണം. വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾക്ക് UAE ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അംഗീകാരമുണ്ടെന്ന് ഉറപ്പാക്കണം. ഓൺലൈൻ പഠന സമയം ഒരു സെമസ്റ്ററിൽ 18 മണിക്കൂർ ക്രെഡിറ്റിൽ കവിയരുത്. സൗദി അറേബ്യയിലെ 4 പാരാമെഡിക്കൽ വിഭാഗ തൊഴിലുകളിൽ 2 ഘട്ടമായി സ്വദേശിവൽക്കരണം കർശനമാക്കുന്നു. ഏപ്രിൽ 17 മുതൽ എക്സ്റേ, റേഡിയോളജി, ലബോറട്ടറി, ഫിസിയോതെറാപ്പി, ന്യൂട്രീഷൻ എന്നീ ജോലികളിലാണ് ആദ്യഘട്ട സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നതെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വ്യക്തമാക്കി. ഈ മേഖലകളിൽ നിശ്ചിത എണ്ണം ജീവനക്കാരുടെയും വിദഗ്ധരുടെയും ഒഴിവുകൾ നിർബന്ധമായും സ്വദേശികൾക്കായി നീക്കിവച്ചിരിക്കുന്നത് പാലിക്കേണ്ടിവരും. പാരാമെഡിക്കൽ വിഭാഗമായ റേഡിയോളജി, എക്സ്റേ 65%, ലബോറട്ടറി വിഭാഗം 70%, ഫിസിയോതെറാപ്പി, ന്യൂട്രീഷൻ രംഗത്തെ തൊഴിലുകളിൽ 70% സൗദി സ്വദേശികളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പുതിയ ചട്ടങ്ങൾ വ്യക്തമാക്കുന്നത്. റിയാദ്, ജിദ്ദ, മക്ക, ദമാം, അൽഖോബാർ എന്നീ 4 നഗരങ്ങളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ നടപ്പിലാക്കുക. ഒക്ടോബർ 17 മുതൽ തുടങ്ങുന്ന അടുത്ത ഘട്ടത്തിൽ സൗദിയിൽ എല്ലാ സ്ഥലത്തും ഈ വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള സ്വദേശിവൽക്കരണം നടത്തും. ഒട്ടനവധി പ്രവാസി മലയാളികൾ ആരോഗ്യരംഗത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളിലെ അനുബന്ധ പാരാമെഡിക്കൽ വിഭാഗങ്ങളിൽ വിദഗ്ധരായും ജീവനക്കാരായും സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഈ മേഖലകളിൽ സ്വദേശിവൽക്കരണം കർശനമാക്കുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും പ്രവാസികൾക്കിടയിൽ നിലനിൽക്കുന്നു. മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക മേഖലയിലെ ഏറ്റവും കൃത്യനിഷ്ഠതയുള്ള 2ാമത്തേതും മിഡിൽ ഈസ്റ്റിൽ 1ാമത്തെയും എയർലൈനായി ഒമാൻ എയർ. 2024 സർവീസുകളിൽ 90.27% ഓൺ ടൈം പെർഫോമൻസാണ് എയർലൈൻ കൈവരിച്ചത്. മികച്ച പ്രാദേശിക റാങ്കിംഗ് നേടിയ എയർലൈൻ ആഗോള വിജയയുടെ 86.7% സ്കോർ മറികടക്കുകയും ചെയ്തതായും പ്രമുഖ ഏവിയേഷൻ അനലിസ്റ്റ് സ്ഥാപനമായ സിറിയം റിപ്പോർട്ടിൽ പറയുന്നു. തുടർച്ചയായ 3ാം വർഷമാണ് ഒമാൻ എയർ മേഖലയിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഒന്ന് നേടുന്നത്. 2022-ലും 2023-ലും 1ാം സ്ഥാനം നേടിയിരുന്നു ഒമാൻ എയർ. സിറിയത്തിന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്കയുടെ തലവനായ മഹേഷ് ജുഗു ഒരു ചടങ്ങിൽ ഒമാൻ എയറിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ക്യാപ്റ്റൻ നാസർ അൽ സാൽമിക്ക് അവാർഡും സമ്മാനിച്ചു.
ഷെഡ്യൂൾ ചെയ്ത ഗേറ്റ് അറൈവൽ സമയത്തിന് 14 മിനിറ്റും 59 സെക്കൻഡും ഉള്ളിലെത്തുന്ന വിമാനത്തെയാണ് ഒരു ഓൺ ടൈം ഫ്ലൈറ്റായി സിറിയം നിർവചിച്ചിരിക്കുന്നത്. 16-ാം വർഷത്തിലെത്തിയ സിറിയം ഓൺ ടൈം പെർഫോമൻസ് റിവ്യൂ ആഗോള എയർലൈൻ പ്രവർത്തന പ്രകടനം നിരീക്ഷിക്കുന്നതിനുള്ള നിർണായക മാനദണ്ഡമായി തുടരുകയാണ്. എയർലൈനുകൾ, വിമാനത്താവളങ്ങൾ, ആഗോള വിതരണ സംവിധാനങ്ങൾ, സിവിൽ ഏവിയേഷൻ അതോറിറ്റികൾ എന്നിവയുൾപ്പെടെ 600-ലധികം ഫീൽഡുകളിൽ നിന്നുള്ള ഡാറ്റയാൽ പ്രവർത്തിക്കുന്ന സിറിയം വ്യവസായത്തിന്റെ സമഗ്രവും വസ്തുനിഷ്ഠവുമായ വീക്ഷണം നൽകുന്നു. റമസാൻ മാസത്തിൽ താമസ കെട്ടിടങ്ങളിൽ ജലസേവനങ്ങൾ വിച്ഛേദിക്കുന്നത് വിലക്കിയ നടപടി ആളുകൾക്ക് ആശ്വാസമാകുന്നു. വാട്ടർ കണക്ഷൻ വിച്ഛേദിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്ക് റമസാനിൽ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പബ്ലിക് സർവീസ് റെഗുലേഷൻ അതോറിറ്റി അടുത്തിടെ പുറത്തിറക്കിയിരുന്നു. വാരാന്ത്യങ്ങൾക്കും ഔദ്യോഗിക അവധികൾക്കും മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസങ്ങളിലും വാട്ടർ കണക്ഷനുകൾ വിച്ഛേദിക്കരുത്. ജലവിതരണം വിച്ഛേദിക്കാൻ കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും നോട്ടീസ് നൽകിയിരിക്കണമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു. കുടിശ്ശികയുടെ 4/1 പകുതിയോ അടയ്ക്കുക, അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ കുടിശ്ശികകൾ ഗഡുക്കളായി തീർക്കാൻ സമ്മതിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ കണക്ഷൻ പുനഃസ്ഥാപിക്കാം. ബില്ലുകൾ അടയ്ക്കാതിരിക്കുക, വൈകി ബിൽ അടയ്ക്കുക, അംഗീകൃത മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള കണക്ഷനുകൾ, കണക്ഷൻ അഭ്യർത്ഥനയിൽ സൂചിപ്പിച്ചിട്ടുള്ളതല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്കായി ജലം ഉപയോഗിക്കുക, മറ്റ് വരിക്കാരെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ വെള്ളം ദുരുപയോഗം ചെയ്യുക എന്നിങ്ങനെയുള്ള 5 സാഹചര്യങ്ങളിൽ ജലവിതരണം വിച്ഛേദിക്കാവുന്നതാണെന്നും വ്യവസ്ഥയിൽ വ്യക്തമാക്കുന്നു. അതേസമയം പുതിയ തീരുമാനമനുസരിച്ച് സ്മാർട്ട് മീറ്ററുകളുള്ള റെസിഡൻഷ്യൽ വരിക്കാരുടെ സേവനങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് 3 മണിക്കൂറിനുള്ളിലും സ്മാർട്ട് മീറ്ററുകൾ ഇല്ലാത്ത വരിക്കാരുടേത് 6 മണിക്കൂറിനുള്ളിലും നടത്തണമെന്ന വ്യവസ്ഥയുമുണ്ട്. തകരാർ, കേടുപാടുകൾ അല്ലെങ്കിൽ സേവനത്തിൽ അതൃപ്തി എന്നിവ ഉണ്ടായ വരിക്കാർക്ക് സേവനദാതാക്കൾക്കെതിരെ പരാതി ഫയൽ ചെയ്യാം. ഇങ്ങനെ ലഭിക്കുന്ന പരാതികൾ സേവനദാതാവ് രജിസ്റ്റർ ചെയ്യണം. ലഭിക്കുന്ന പരാതികളിൽ രേഖാമൂലമുള്ള മറുപടികൾ സേവനദാതാക്കൾ നൽകേണ്ടതാണ്. മീറ്റർ റീഡിംഗിൽ പിഴവ് സംഭവിക്കുകയോ ബില്ലിന്റെ കണക്കുകൾ തെറ്റുകയോ ചെയ്താൽ തെറ്റ് തിരുത്താനും ബിൽ കൃത്യമായി കണക്കാക്കാനും സേവനദാതാവ് ബാധ്യസ്ഥരാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. രാജ്യത്തേക്ക് അനധികൃതമായി പ്രവേശിച്ച 25 ഏഷ്യൻ പൗരന്മാരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മുസന്തം ഗവർണറേറ്റ് പോലീസ് കമാൻഡ് നടത്തിയ ഓപ്പറേഷനിലൂടെയാണ് ഇവരെ പിടികൂടിയത്. നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരെയുള്ള ശക്തമായ നടപടികളുടെ ഭാഗമായാണ് ഈ സംഘത്തെ പിടികൂടിയതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. നിയമ നടപടികൾ നടന്നുവരികയാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ ദിവസം ദോഫർ ഗവർണറേറ്റിൽ കടൽ വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 16 വിദേശികളെ കോസ്റ്റ് ഗാർഡ് പോലീസ് പിടികൂടിയിരുന്നു. ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യക്കാരാണ് പിടിയിലായത്. ദോഫർ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് കോസ്റ്റ് ഗാർഡ് പോലീസുമായി സഹകരിച്ച് നടത്തിയ പരിശോധനയിലാണ് നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് പിടിച്ചതായും കൂട്ടിച്ചേർത്തു.